ബീഹാർ ഗവർണറായി മാറിപ്പോകുന്ന നിലവിലെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവനിൽ നൽകാനിരുന്ന യാത്രയയപ്പ് മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണാനന്തരം രാജ്യം ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി മാറ്റിവെച്ചത്. വിശദാംശങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, ഈ ഒരു പരിപാടി ഇനി ഏത് ദിവസത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇത്തരത്തിലൊരു 7 ദിവസത്തെ ദുഃഖാചരണമാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ഒരു യാത്രയയപ്പ് ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഔപചാരികമായ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഒതുങ്ങുമോ? ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. എന്നാണ് ഈ മാറ്റിവെച്ച പരിപാടി അല്ലെങ്കിൽ സംഘടിപ്പിക്കുക എന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്കായിരുന്നു ഇത്തരത്തിൽ രാജ്ഭവന്റെ ജീവനക്കാർ ഈ ഗവർണർക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതാണിപ്പോൾ ഔദ്യോഗിക ദുഃഖാചരണം മൂലം മൻമോഹൻ സിംഗിന്റെ മരണാനന്തരം ഔദ്യോഗിക ദുഃഖാചരണം ഈ രാജ്ഭവൻ ജീവനക്കാർ ഇന്ന് വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ഗവർണർക്ക് ഒരു യാത്രയയപ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കൂടാതെ നാളെ ഇനി ഗവർണർ ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിന് പിന്നാലെയാണ് ഈ ഔദ്യോഗിക ദുഃഖാചരണം 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യാത്രയയപ്പ് അടക്കം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. ഡിസംബർ 29 അതായത് നാളെ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചി വഴി ബീഹാറിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പുതിയ ഗവർണറായി കേരളത്തിന്റെ പുതിയ ഗവർണറായി പുതുവത്സര ദിനത്തിൽ ജനുവരി 1 കേരളത്തിലെത്തും. 2 ചുമതലയേൽക്കും. അന്നേ ദിവസം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. തുടർന്നായിരിക്കും ഈ ജനുവരി 2 അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രയയപ്പ് ചടങ്ങാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഔദ്യോഗിക ദുഃഖാചരണം മൂലമാണ് ഇത്തരത്തിൽ ഈ രാജ്ഭവൻ നടത്താനിരുന്ന ഈ ദുഃഖാചരണം മാറ്റിവെച്ചാണ് ഇനി അല്ലെങ്കിൽ എപ്പോഴാണ് ഇനി ഒരു യാത്രയയപ്പ് ചടങ്ങ് നടത്തുക അല്ലെങ്കിൽ നടക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇനി ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും വന്നിട്ടില്ല. അതുല്യ, കേരളവുമായി വളരെയധികം പോരു പിടിച്ച ഒരു ഗവർണറാണ് മാറിപ്പോകുന്നത്. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ യാത്രയയപ്പ് ചടങ്ങും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നത് അല്ലേ വിനയ? തീർച്ചയായും ഈ 2019 ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത് മുതൽ ഇങ്ങോട്ട് ഒരു 5 വർഷം, അതായത് പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഭരിക്കുന്ന കാലം മുതൽ തന്നെ ഈ ഒരു 5 വർഷം കേരളത്തിന്റെ മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ സംസ്ഥാന സർക്കാരിനോടും CPIയോടും പിണറായി വിജയനോടും കടുത്ത ഭാഷയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ പിണറായി വിജയനെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചത് മുതൽ ഇങ്ങോട്ട് ഈ കണ്ണൂർ VC നിയമനം വരെ ഈ ഒരു പോര് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിൽ 5 വർഷം പൂർത്തിയായ ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാർ ഗവർണറായി മാറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഇതൊരു അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന ഒരു വകുപ്പ് തന്നെയാണെങ്കിൽ കൂടി കേരളത്തിലേക്ക് വരുന്ന വിശ്വനാഥ് കരകളഞ്ഞ ഒരു RSSകാരനാണ് അല്ലെങ്കിൽ പ്രവർത്തകരാണ്. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധം സൃഷ്ടിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം എത്രത്തോളം സുഗമമായിരിക്കുമെന്ന കാര്യത്തിൽ കൂടി ഒരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പല വിഷയങ്ങളിലും രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. തുടക്കം മുതൽ തന്നെ ഒരുപക്ഷെ ഈ ചുമതലയേറ്റത് മുതൽ തന്നെ കേരളത്തിന്റെ ഗവർണറായ അദ്ദേഹം 2019 ചുമതലയേറ്റത് മുതൽ തന്നെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു ഗവർണർ. കൂടാതെ കഴിഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമടക്കം തന്നെ ആയുധമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിമർശനം നടന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും ഈ വിമർശനങ്ങൾ അടക്കം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു പോര് തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ബീഹാറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് കഴിഞ്ഞ ഗവർണർക്കടക്കം വലിയ വിപുലമായ രീതിയിലായിരുന്നു സർക്കാർ യാത്രയയപ്പ് ചടങ്ങ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രയയപ്പ് ചടങ്ങ് ഇപ്പോൾ ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ പേരിലാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും എന്നായിരിക്കും ഇത്തരത്തിലൊരു യാത്രയയപ്പ് ചടങ്ങ് നടത്തുക അല്ലെങ്കിൽ നടത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ 5 വർഷത്തോളം കാലം ഈ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു, കടുത്ത ഭാഷയിൽ നിലപാട്
നിലപാടുകൾ സ്വീകരിച്ചു. പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ ഇനിയൊരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാകുമോ? കേരളത്തിൽ നിന്ന് അദ്ദേഹം നാളെ കൊച്ചി വഴി ബീഹാറിലേക്ക് പോവുകയാണ്. തുടർന്ന് 2-ാം തീയതി അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. ബീഹാർ ഗവർണറായ അദ്ദേഹം 2-ാം തീയതി ചുമതലയേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു യാത്രയപ്പ് ചടങ്ങ് കേരളത്തിൽ നിന്നുണ്ടാകുമോ എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും രാജ്ഭവന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. ഇനി യാത്രയപ്പ് ചടങ്ങ് നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ലഭിച്ചിട്ടില്ല. തുല്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ദുഃഖാചരണത്തിന്റെ ഭാഗമായി ബീഹാറിലേക്ക് മാറിപ്പോകുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നൽകാനിരുന്ന യാത്രയയപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ദുഃഖാചരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ജനുവരി 2-ാം തീയതി ബീഹാറിൽ ചുമതല ഏറ്റെടുക്കേണ്ടതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇനിയൊരു യാത്രയയപ്പ് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിനയരാജ്.